കേരളത്തിൻ്റെ ഒരു വനിതാ മുഖ്യമന്ത്രി വേണ്ടേ? കഴിഞ്ഞ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് നമ്മുടെ ശൈലജ ടീച്ചറിനോട് ഒരാൾ ചോദിച്ച ചോദ്യമായിരുന്നു. അവരതിന് മറുപടി പറഞ്ഞത് പിണറായി വിജയൻ്റെ ഭരണം നല്ലതല്ലേ, പിണറായി ഭരണം നല്ലതാണ്, ഇനി എന്തിനാണ് മറ്റൊരു വനിതാ മുഖ്യമന്ത്രി എന്നാണ് അന്ന് ചോദിച്ചത്. ഇന്ന് അവരുടെ ഒരു പാർട്ടി തന്നെ പറയുന്നത് ഒരു വനിതാ മുഖ്യമന്ത്രി വേണമെന്നാണ്. അല്ല, വേണമെന്നതിനോടൊപ്പം പറയുന്നത് അത് എളുപ്പത്തിൽ സാധ്യമല്ല എന്നും കൂടെ കൂട്ടിച്ചേർത്ത് വെക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ബൃന്ദാക്കാരായിട്ട് പറയുന്നത് പിണറായി സർക്കാർ വളരെ നല്ല രീതിയിൽ സ്ത്രീകൾക്ക് സ്ത്രീപക്ഷ സർക്കാരാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഭാവിയിൽ വരാം, അല്ലെങ്കിൽ ഉടൻ അവർ അതിനെപ്പറ്റി തീരുമാനങ്ങളൊന്നും എടുക്കുന്നില്ല, ഭാവിയിൽ വന്നേക്കാം എന്നാണ് പറയുന്നത്. ഇപ്പൊ ശൈലജ ടീച്ചറും അതിനോടൊപ്പം ഇപ്പൊ പുതിയ തന്റെ വനിതാ ദിനത്തോടനുബന്ധിച്ച അഭിപ്രായം രേഖപ്പെടുത്തുന്നുണ്ട്. സ്ത്രീകൾക്ക് പ്രത്യേക സംവരണ സീറ്റ് ഇല്ല, അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സ്ത്രീ വരണം എന്ന രീതിയിൽ സംവരണ സീറ്റ് ഇല്ല. ആവശ്യമുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ നിലവിലെ സർക്കാർ കുഴപ്പമില്ല, ഭാവിയിൽ ഒരു മുഖ്യമന്ത്രി വേണമെങ്കിൽ വന്നേക്കാം എന്ന് തന്നെയാണ് ശൈലജ ടീച്ചർ ഇപ്പോൾ നിലവിൽ പറയുന്നത്. പണ്ട് അങ്ങനെ ഒരു ആവശ്യമേ ഇല്ല എന്ന് പറഞ്ഞ ഒരാളായിരുന്നു ശൈലജ ടീച്ചർ. വനിതാ മുഖ്യമന്ത്രിയുടെ ആവശ്യമില്ല, നമ്മുടെ മുഖ്യമന്ത്രി അത്രത്തോളം പ്രഗത്ഭനാണ് എന്ന്. അപ്പോ നമ്മുടെ ഇന്ത്യ അല്ലെങ്കിൽ അല്ല, അതിന് മറ്റൊരു അർത്ഥം കൂടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പിണറായി വിജയൻ്റെ ഒന്നാം പിണറായി വിജയൻ്റെ സർക്കാരിൻ്റെ സമയത്ത് ഏറ്റവും കൂടുതൽ തരംഗമായത് അല്ലെങ്കിൽ PR വർക്കുകൾ കൊണ്ട് നിറഞ്ഞു നിന്നിരുന്ന ഒരാളായിരുന്നു ശൈലജ ടീച്ചർ. ശൈലജ ടീച്ചറിനെ കേരളത്തിൻ്റെ മുഖമായിട്ടായിരുന്നു CPM അവതരിപ്പിച്ചത്. അതിനുശേഷം കോവിഡ് ആണെങ്കിലും നിപ്പ ആണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ വന്നപ്പോഴെല്ലാം അവർ കൊടുത്തൊരു നരേഷനുണ്ട്, അല്ലെങ്കിൽ ഒരു വനിത, പവർഫുൾ ആയിട്ടുള്ളൊരു വനിത, ആ ഒരു രീതിയിലേക്കായിരുന്നു ടീച്ചറിനെ ലേബിൾ ചെയ്തിരുന്നത്. അതിനുശേഷമുള്ള രണ്ടാം പിണറായി വിജയൻ്റെ സർക്കാർ ആയപ്പോഴത്തേക്കും ആളുകളുടെ ഇടയിൽ ഒരു ചർച്ചാ വിഷയമായിരുന്നു ഒരു വനിതാ മുഖ്യമന്ത്രി വരാൻ പോകുന്നു, അല്ലെങ്കിൽ ശൈലജ ടീച്ചറിനെ ചിലപ്പോൾ വനിതാ മുഖ്യമന്ത്രി ആക്കിയേക്കാം, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിലേക്ക് ശൈലജ ടീച്ചറിനെ തന്നെ തള്ളിക്കളയുന്ന രീതിയിലേക്ക് CPM നിലപാട് സ്വീകരിച്ചപ്പോൾ പിന്നീട് ഒന്നും മറുത്തു പറഞ്ഞില്ല. അതായിരുന്നു നമുക്ക് കാണാൻ കഴിഞ്ഞത്. പക്ഷേ അവരുടെ എല്ലാം ഉള്ളിലൊരു വനിതാ മുഖ്യമന്ത്രി വേണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. CPM എന്ന് പറയുന്ന പാർട്ടി എത്രത്തോളം സ്ത്രീപക്ഷവാദം ഉന്നയിച്ചു കഴിഞ്ഞാലും അവിടെയെല്ലാം അവിടെ ഒരു മേൽക്കൊയ്മ, അല്ലെങ്കിൽ ആൺവർഗത്തിന് എപ്പോഴും രാഷ്ട്രീയത്തിലൊരു മേൽക്കൈമ ഉള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. എന്ന് പറയുന്നത് ചിലപ്പോ ഇവർക്ക് വേണ്ടിയിട്ട് പാട്ട് പാടാനും തിരുവാതിര ചെയ്യാൻ വേണ്ടിയിട്ടും ഇതിനൊക്കെ ആ ഒരു സ്ത്രീപക്ഷത്തിന്റെ ആ ഒരു പ്രകടനം, അല്ലെങ്കിൽ അവരുടെ ഒരു പ്രാതിനിധ്യം കാണുന്നതായിട്ട് അവരുടെ പ്രകടനത്തിനൊക്കെ ആളെ കൂട്ടാൻ വേണ്ടിയിട്ട് സ്ത്രീകളെ ഏറ്റവും കൂടുതൽ ഈ ഒരു പരിപാടി സമ്മേളനങ്ങളാണ് എങ്കിലും അതിൽ അധ്യക്ഷത പദവി മുതൽ ബാക്കി എല്ലാ പദവികളും ഈ ഒരു പുരുഷ മേൽക്കോയ്മയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ബാക്കിയുള്ള ഇങ്ങനത്തെ പരിപാടികൾ ഈ പറഞ്ഞ പോലെ തിരുവാതിരയൊക്കെ ആണെങ്കിൽ നമ്മൾ കണ്ടതാണ്, മെഗാ തിരുവാതിര ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ CPM അത് അവർ കൂട്ടിച്ചേർക്കുന്ന ഒരു പരിപാടി തന്നെയാണ്. അതിലൊക്കെ ആയിരിക്കാം ഈ പറയുന്ന സ്ത്രീ പ്രാതിനിധ്യം അല്ലെങ്കിൽ സ്ത്രീപക്ഷം നിലപാടുകൾ കൂടുതലായിട്ട് സ്വീകരിക്കുന്നത്. പക്ഷെ ഒരു സംഘടനയുടെ ഉയർന്ന പൊസിഷനിലേക്ക് വരുമ്പോൾ പലപ്പോഴും സ്ത്രീകളെ തഴയുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. നമ്മുടെ രാജ്യത്തെടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര വർഷമായിട്ട് ആദ്യമായിട്ട് ഒരു വനിതാ മുഖ്യമന്ത്രി നമുക്ക് വരുന്നത് 1963-ലാണ്. അതിനുശേഷം ആകെ 18 വനിതാ മുഖ്യമന്ത്രിയാണ് ആകെ കൂടി ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളത് പല സ്ഥലങ്ങളിലും. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഒരു സ്ത്രീക്ക് എന്തുകൊണ്ടൊരു സംസ്ഥാനത്തെ നയിക്കാൻ കഴിവില്ലാത്തത് കൊണ്ടായിരുന്നോ ആ ഒരു രീതിയിലേക്ക് ചിന്തിക്കുമ്പോൾ നമുക്കറിയാം 10-15 വർഷം ഇവിടെ ആ ഒരു സ്ഥാനത്തിരുന്ന മുഖ്യമന്ത്രി സ്ഥാനം അലങ്കരിച്ച ആൾക്കാരുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്ന ആളായിരുന്നു ഷീലാ ദീക്ഷിത് എന്ന് പറയുന്നത്. അതും ഒന്ന് ആലോചിച്ച് നോക്കണം, ഡൽഹി നമ്മുടെ തലസ്ഥാനത്ത് ഭരിച്ചിരുന്ന ഒരാളാണ് ഷീലാ ദീക്ഷിത്. ഇപ്പോഴും ആ ഒരു ഡൽഹിയിൽ അവർക്ക് അത്രത്തോളം പവർ ഉണ്ടെന്ന് തന്നെ നമുക്ക് പറയാം. പിന്നീടുള്ള ഒരാളെന്ന് പറയുന്നത് ജയലളിത. നമ്മൾ തമിഴ്നാടൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഒരു മരണശേഷവും അവരെ ഓർത്തിരിക്കുന്നുണ്ടെങ്കിൽ 14 വർഷത്തോളം അവരവിടെ ഭരിച്ചിരുന്നു. അല്ലെങ്കിൽ അത്രത്തോളം പവർഫുൾ ആയിട്ടൊരു ലേഡി എന്ന് തന്നെ നമുക്ക് പറയാം. അല്ലെങ്കിൽ ഈ ഒരു പദവിയിലേക്ക് വരുമ്പോൾ സ്ത്രീകൾ ആ ഒരു പദവിയിലേക്ക് വരുമ്പോഴുള്ള പ്രധാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൽഹിയെ സംബന്ധിച്ച് ഇപ്പൊ ഡൽഹിയിൽ തന്നെ ഷീലാ ദീക്ഷിതിന് അത്രത്തോളം ഒരു പവർ കിട്ടാൻ, അല്ലെങ്കിൽ അത്രത്തോളം അവരൊരു ബ്രാൻഡായി മാറാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അനുപാതം അനുസരിച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീകളാണ് ഇവിടെ കൂടുതൽ, വോട്ടർമാരും കൂടുതൽ സ്ത്രീകൾ തന്നെയാണ്. അപ്പോൾ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ കൂടുതലായിട്ടും അറിയണം, അല്ലെങ്കിൽ സ്ത്രീകളുടെ പ്രശ്നം കൂടുതലായിട്ടും പറഞ്ഞു വെക്കണമെങ്കിൽ ഒരു സ്ത്രീ മുഖ്യമന്ത്രി തന്നെ അവിടെ വേണ്ടേ? തീർച്ചയായും അങ്ങനെയുള്ള സ്ത്രീ മുഖ്യമന്ത്രിമാരൊക്കെ നമുക്ക് രാജ്യത്തിന് വേണം. മുഖ്യമന്ത്രി മാത്രമല്ല, പ്രധാനമന്ത്രിയായിരുന്നു നമ്മുടെ ഇന്ദിരാഗാന്ധിയെ പോലുള്ള ആളുകളൊക്കെ അത്രത്തോളം പവർഫുള്ളായിരുന്നു. അപ്പോൾ രാജ്യം ഇന്നും അവരെയൊക്കെ ഓർത്തു വെക്കുന്നുണ്ട് എങ്കിൽ അവർ അത്രത്തോളം പവർഫുള്ളായിരുന്നു, അവർക്ക് രാജ്യത്തെ മാറ്റിമറിക്കാനുള്ള കഴിവുണ്ടായിരുന്നു എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. ഈ രാഷ്ട്രീയത്തിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഇതുകൂട്ട് കടന്നു വരുന്ന സ്ത്രീകൾ അത്രത്തോളം ധൈര്യമുള്ളവരായിരിക്കും, അല്ലെങ്കിൽ അത്രത്തോളം വീക്ഷണമുള്ള ആളുകളായിരിക്കും. അതുകൊണ്ടാണ് അവർക്ക് ഇത്രയും തലത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നത്. രാഷ്ട്രീയത്തെ സംബന്ധിച്ച് പുരുഷന്മാരാണ് കൂടുതലൊരു മേൽക്കൈ എവിടെയാണെങ്കിലും ഉള്ളത്. ഇപ്പോൾ ഏതൊരു പാർട്ടി എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അവിടെ ഒരു പുരുഷ മേധാവിത്വം നമുക്ക് എത്രത്തോളാണെങ്കിലും വ്യക്തിപരമായിട്ട് നമുക്ക് കാണാൻ കഴിയും.
പക്ഷെ അതെല്ലാം ഭേദിച്ച് ഒരാൾ ഇതിൻ്റെ എല്ലാം പുറത്തേക്ക് വരികയാണെങ്കിൽ അവർ അത്രത്തോളം പവർഫുൾ ആയിട്ടുള്ള ആൾ ആയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ജനങ്ങളെ അത്രത്തോളം അറിയാവുന്ന ഒരാൾ, ഈ രാഷ്ട്രീയപരമായിട്ട് എല്ലാ രീതിയിലും അവർക്ക് വർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരാളായതുകൊണ്ട് തന്നെയാണ് അവർ ആ ഒരു ചട്ടക്കൂടുകൾ പൊളിച്ച് വെളിയിലേക്ക് വരുന്നത്. അതെ, നമ്മുടെ പശ്ചിമ ബംഗാളിന്റെ മമതാ ബാനർജി നമുക്കറിയാം. കാരണം അവർ ആ ഒരു ബംഗാളിന്റെ തന്നെ, അല്ലെങ്കിൽ പശ്ചിമ ബംഗാളിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ഉടനെ മമതാ ബാനർജിയെ പറ്റി പറയുകയാണ്. അവരിപ്പോൾ നീണ്ട 13 വർഷമാണ് പശ്ചിമ ബംഗാളിനെ, അല്ലെങ്കിൽ അത്ര ശക്തമായ സ്റ്റേറ്റ്മെന്റ്സ് ആണ് അവർ പറയുന്നത്. അവരുടെ രാഷ്ട്രീയ നിലപാടുകൾ കാണുമ്പോൾ തന്നെ അറിയാം, ഒരു സ്ത്രീക്ക് ഒരു സംസ്ഥാനത്തെ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്ത് നിന്ന് എന്തൊരു പ്രശ്നം ഉണ്ടായാലും അവർക്ക് അതിനെ പ്രതിനിധീകരിച്ച് നിൽക്കാൻ പറ്റുന്നതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് മമതാ ബാനർജി എന്ന് പറയുന്നത്. അപ്പൊ അതേപോലെ ഒരാള് നമ്മുടെ കേരളത്തിൽ ഇല്ലായ്മ ഉണ്ടോ, അല്ലെങ്കിൽ അത്രത്തോളം ഒരു നല്ലൊരു നേതാവ്, സ്ത്രീ നേതാവ് ഇല്ലാത്തത് കൊണ്ടായിരിക്കുമോ നമ്മൾക്ക് ഇവിടെ ഒരു സ്ത്രീ മുഖ്യമന്ത്രി, വനിതാ മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ ആലോചിക്കാമെന്ന് CPM പറഞ്ഞു വെക്കുന്നത്? നമുക്ക് എടുത്തു പറയത്തക്ക രീതിയിലുള്ള വനിതാ പ്രാതിനിധ്യമുള്ള മന്ത്രിമാരാണെങ്കിലും ജനകീയ രീതിയിൽ നിൽക്കുന്ന ആളുകളാണെങ്കിലും നമുക്ക് ചുരുക്കം പേരെ മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. അത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. സ്ത്രീകൾക്ക് എത്രത്തോളം നമ്മൾ റിസർവേഷൻ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത്രത്തോളം കഴിവുള്ള ആളുകൾ അതിനകത്തോട്ട് കടന്നു വരുന്നില്ല. പക്ഷെ കടന്നു വന്നു കഴിഞ്ഞാലും അവരെ ഒരു ടൈം കഴിഞ്ഞ് രണ്ടാമത്തെ ടൈമിൽ അവരെ പരിഗണിക്കാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും പല സംസ്ഥാനങ്ങളും ഇത് സംഭവിക്കുന്നുണ്ട്. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സംഭവിക്കുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇവർ കടന്നു വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരുടെ ആ ഒരു പ്രാതിനിധ്യം നഷ്ടപ്പെടുമെന്നുള്ളൊരു ബോധം കൊണ്ടാണ് ഇവരെ ആരെയും പരിഗണിക്കാത്തത് എന്നാണ് യാഥാർത്ഥ്യം. ആ ഒരു പുരുഷ മേൽക്കോയ്മ നഷ്ടപ്പെടും, അല്ലെങ്കിൽ ഒരു സ്ത്രീയെ ഒരു സംസ്ഥാനത്തിന്റെ പ്രഥമ വനിതയായി അറിയപ്പെടുമെന്ന രീതിയിലേക്കുള്ള ആ ഒരു പ്രശ്നം കൊണ്ട് തന്നെയായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഈ പഞ്ചായത്ത് തലത്തിലൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇപ്പോഴും പിൻസീറ്റ് ഡ്രൈവിംഗ് നടത്തുന്ന ആളുകളെ നമുക്ക് കൂടുതൽ കാണാൻ കഴിയും. അതായത് പഞ്ചായത്ത് ഭരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അവിടുത്തെ മെയിനായിട്ട് നിൽക്കുന്ന ഒരു പുരുഷനായിരിക്കും ആ പഞ്ചായത്ത് മൊത്തത്തിൽ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് ആ ടൈമിൽ മത്സരിക്കാൻ കഴിയത്തില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കും. പക്ഷെ ഭാര്യയ്ക്ക് വിജയിപ്പിച്ച് കഴിഞ്ഞാലും ആ ഒരു ഭരണം മൊത്തത്തിൽ കൈകാര്യം ചെയ്യുന്നത് ഭർത്താവ് തന്നെയായിരിക്കും. അങ്ങനെ എത്രത്തോളം പഞ്ചായത്ത് നമ്മുടെ നാടുകളിലുണ്ട്. ഇന്നും നമുക്ക് അങ്ങനെയുള്ള ആളുകളെ കാണാൻ കഴിയും. അപ്പം ഇവർ ഈ ഒരു പിടി വിട്ടു കൊടുക്കത്തില്ല. അവർക്ക് എപ്പോഴും ആ ഒരു അധികാരമുണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ എന്നൊരു തോന്നൽ അവർക്കെല്ലാം ഉണ്ട്. അത് അല്ല, നമുക്ക് ഭാവിയിൽ നമ്മുടെ കേരളത്തിന് ഒരു വനിതാ മുഖ്യമന്ത്രി വരികയാണെങ്കിൽ അത് CPM ഭാഗത്തു നിന്ന് തന്നെ വരികയാണെങ്കിൽ അത് CPM ഒരു വലിയ മുതൽക്കൂട്ട് തന്നെ ആയിരിക്കില്ലേ? അല്ലെങ്കിൽ അവരിനി അടുത്ത 2 വർഷം പിണറായി സർക്കാർ തന്നെ ഭരിച്ചു, അടുത്ത തവണ പിണറായി സർക്കാർ അല്ലെങ്കിൽ നമ്മുടെ പിണറായി വിജയന് വരും ഒരു വനിതാ മുഖ്യമന്ത്രിയാണ് ഞങ്ങൾ അവതരിപ്പിക്കുന്നത് എന്ന് പറയുകയാണെങ്കിൽ അത് നമ്മുടെ കേരളത്തിൽ ഇനി ബാക്കി എന്ത് പ്രശ്നം ഉണ്ടായാലും, അല്ലെങ്കിൽ ഇത്രയും നാളത്തുള്ള ഈ ഒരു പിണറായി വിരുദ്ധ നിലപാടുകളെയാണെങ്കിലും ഒരു സ്ത്രീ മുഖ്യമന്ത്രിയെ കേരളത്തിന് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാരും ഈ ഒരു CPM പക്ഷത്തിനോടൊപ്പം നിൽക്കില്ലേ? തീർച്ചയായും അത് നിൽക്കുമെന്നത് ഒരു യാഥാർത്ഥ്യമാണ്. കാരണം CPM സ്ട്രാറ്റജികൾ എന്താണെന്ന് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയാത്തതാണ്. സ്ത്രീപക്ഷ CPM അല്ലെങ്കിൽ സ്ത്രീപക്ഷ സർക്കാർ എന്ന് പറയുമ്പോൾ കൂടുതലായിട്ടും ഒരു വിമർശനം വരുന്ന ഒരു മേഖലയാണ്. ഒരു വഴിക്ക് നമ്മുടെ ആശാ വർക്കർമാരെ അടിച്ച് അമർത്തുകയാണ്, അല്ലെങ്കിൽ അതൊരു സ്ത്രീകളാണ്. ആ സ്ത്രീകൾക്ക് യാതൊരുവിധ സംരക്ഷണവും നൽകാതെ അവരെ പ്രതികാര നടപടിയോട് കാണുന്നതാണോ ഈ ഒരു സ്ത്രീപക്ഷ സർക്കാർ എന്ന് ഈ ഒരു വനിതാ ദിനത്തിൽ നമുക്ക് ചോദിച്ചു വെക്കാതിരിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മുടെ അതെ, ആശാവർക്കർമാർ സ്ത്രീകളാണ്. അവർ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും സ്ത്രീകളുടെ കഷ്ടപ്പാടാണ്. അതൊരു സമൂഹത്തിന്റെ തന്നെ കഷ്ടപ്പാടാണ് അവർ പ്രതികരിക്കുന്നത്. ആ കഷ്ടപ്പാട് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്ന പിണറായി വിജയന്റെ സർക്കാർ എത്ര സ്ത്രീപക്ഷവാദിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതൊന്നും ആരും അംഗീകരിക്കുകയില്ല.